അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഈശോ തമ്പുരാനും അമ്മ മാതാവിനും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനും ഒത്തിരി ഞാൻ നന്ദി പറയുന്നു. ഞാൻ UK, എൻ്റെ പേര് ആഗിമോൾ ജോസ് എന്നാണ്. ഞാൻ UK നിന്ന് വരുന്ന ആളാണ്. ഞാൻ അവിടെ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവിടെ UK ജോലിക്ക് ചെന്ന് ഞാൻ അവിടെ ചെന്ന ഉടനെ 1 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകുകയും എനിക്ക് ജോലി തുടർന്ന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയും ചെയ്തു. ഞാനന്ന് അമ്മ മാതാവിനോട് എനിക്ക് ഈ കൃപാസനത്തെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഈ കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുക്കുകയോ ഇവിടുത്തെ വസ്തുക്കൾ ഉപയോഗിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാനിങ്ങനെ യൂട്യൂബിൽ കാണുകയും എനിക്കൊരു കൂടുതൽ വിശ്വാസം വരികയും ഇവിടെ പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുമെന്നൊരു ബോധ്യം വരികയും ചെയ്യുകയും ഞാൻ അങ്ങനെ കൃപാസന മാതാവിൻ്റെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ഇവിടെ 2024 ജൂലൈ 23 ഇവിടെ വരികയും തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ തിരിച്ച് ജോലി കയറുകയും എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് പോലും എനിക്കെന്താ സംഭവിച്ചതെന്ന് ഇന്നുവരെയും അറിയത്തില്ല. അതുപോലെ അമ്മ അത് അത്ര ഇതായിട്ട് സംരക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് അമ്മ മാതാവിന് നന്ദി പറയേണ്ട കാര്യം. അങ്ങനെ അന്ന് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് UK എടുക്കണം. അത് എല്ലാവർക്കും അറിയാലോ, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളായതുകൊണ്ട് എനിക്ക് ഭയങ്കര മെറിറ്റുണ്ട്, എനിക്ക് എന്തായാലും കിട്ടുമെന്നൊരു ആത്മവിശ്വാസത്തിൽ ഞാൻ ലൈസൻസ് എടുക്കാനായിട്ട് ഡ്രൈവിങ്ങിന് പോയി. അവിടുത്തെ ടെസ്റ്റിൻ്റെ സമയത്ത് 2-3 പ്രാവശ്യം ഞാൻ ഫെയിലായിപ്പോയി. അങ്ങനെ 3 പ്രാവശ്യം ഫെയിലായി പോയപ്പോഴത്തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മെറിറ്റ് കൊണ്ട് ഇത് കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ 4ാമത്തെ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഉപ്പ് കൊണ്ടുപോയി. ഞാൻ എൻ്റെ അപ്പുറത്ത് തന്നെയാണ് എക്സാമിനർ ഇരിക്കുന്നത് സീറ്റിൽ ഉപ്പിടുകയും ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ തേന് നാവിൽ തൊട്ട് അത് ഒക്കെ കുടിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയത്. അങ്ങനെ പോയി ഞാൻ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് 1-2 മിസ്റ്റേക്കുകൾ എനിക്ക് തന്നെ അറിയാവുന്ന രീതിയിൽ വന്നു. പക്ഷേ അതിന് മുമ്പുള്ള 3 പ്രാവശ്യം ഇതിലും നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ഞാൻ ഓടിച്ചത് അന്ന് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മേ ഇത് ഈ പ്രാവശ്യം കിട്ടത്തില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഒന്നാമത് അവിടെ ടെസ്റ്റിന് ഡേറ്റ് കിട്ടുക തന്നെ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. 6 മാസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാലാണ് ഡേറ്റ് കിട്ടുള്ളൂ. അത് നമ്മൾ തിയറി ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ നമ്മുടെ തിയറി ടെസ്റ്റ് എക്സ്പയറി ആയി പോകും. ഇതിപ്പോൾ എൻ്റെ എക്സ്പയറി ആയി പോകാറായി. അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഇപ്രാവശ്യം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തന്നേക്കണേ, ഇനി ഞാൻ ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥയാണ് അമ്മേ. ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം, ഇത് കിട്ടിയാൽ തന്നെ അമ്മ തന്നെയാണ് തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഡ്രൈവിങ് പൂർത്തിയാക്കി. അങ്ങനെ ഞാൻ കഴിഞ്ഞപ്പോൾ തന്നെ എക്സാമിനർ എന്നോട് പറഞ്ഞു, നീ പാസ്സായെന്ന്. എനിക്ക് ഒട്ടും അതങ്ങ് വിശ്വസിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, സേഫായിട്ടൊക്കെ ഓടിക്കുക, നീ പാസ്സായി എന്ന് പറഞ്ഞ് പേപ്പർ എനിക്ക് എടുത്തു തന്നു. പിന്നെ എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയാനുള്ളത്, ഞാൻ ചെന്ന കാലം മുതൽ എനിക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു എനിക്ക് എക്സ്പീരിയൻസ്. അപ്പോൾ അന്നു മുതലേ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു എനിക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് തരാമോ എന്ന്. പക്ഷേ അവിടുന്ന് എനിക്ക് അത് തന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ സത്യത്തെയും പറഞ്ഞാൽ ഞാൻ പിന്നെ അതിനെപ്പറ്റി അധികം അങ്ങ് വറീഡായില്ല. എനിക്ക് കിട്ടിയത് റെസ്പിറേറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അങ്ങനെ റെസ്പിറേറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജോലിയൊക്കെ ചെയ്തു പോകുന്നു. അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു. അങ്ങനെ ഞാൻ ജോലി ചെയ്ത് പോരുന്ന കാലഘട്ടങ്ങളിൽ പെട്ടെന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്യാൻ പോകാമെന്ന് പറയുകയും അത് വേറൊരു വാർഡായിട്ട് മെർജ് ചെയ്യാൻ പോകാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ വാർഡ് മാനേജർ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പെട്ടെന്ന് വന്ന് പറയുകയാണ്, ED ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ വേക്കൻസി ഉണ്ട്, നിനക്ക് അവിടെ കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യുകയും അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാതാവിൻ്റെ എണ്ണയും ഉപ്പും ഒക്കെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഒത്തിരി കാലം മുമ്പേ ഞാൻ ആഗ്രഹിച്ചിരുന്നതായിരുന്നു. പിന്നെ ഞാൻ ഇടക്കാലം കൊണ്ട് ഞാനത് കിട്ടാവുന്നപ്പോൾ എൻ്റെ നന്മയ്ക്കാണെന്ന് വിചാരിച്ച് ഞാനതിനെപ്പറ്റി പിന്നെ ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെ അമ്മ മാതാവ് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് തരികയും ഞാനിപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുകയും വളരെ സന്തോഷത്തോടു കൂടി പോവുകയും ചെയ്യുന്നു.
പിന്നെ എനിക്ക് കിട്ടിയ വേറൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് അവിടെ ഒരു വീട് മേടിക്കണമെന്ന് ആഗ്രഹിച്ചു. ഞങ്ങളങ്ങനെ ഒരു വീടിന് എല്ലാ പൈസയും എല്ലാം കൊടുത്ത് എല്ലാ പേപ്പർ വർക്കുകളെല്ലാം ചെയ്തു. പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അറിയുന്നു അവിടുന്ന് തരാനുള്ള ആളുടെ ഭാഗത്ത് എന്തോ പേപ്പർ വർക്കിൽ മിസ്റ്റേക്കാണ്. ഞങ്ങളുടെ പേപ്പർ വർക്കുകൾ ഒരു 6 മാസത്തോളം എടുത്താണ് കംപ്ലീറ്റ് ആക്കിയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അങ്ങനെ ഒരു പ്രശ്നം വന്നു. അവരെന്ന് കീ തരുമെന്ന് പറയാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ തന്നെ അത് വേണ്ട എന്ന് വെക്കുകയും ചെയ്തു. അപ്പോൾ ഒരു വീട് എന്നൊരാഗ്രഹം വെച്ച് ഞാനിങ്ങനെ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മേ ആ വീടിങ്ങനെ പോയല്ലോ, അപ്പോൾ എല്ലാവരും ചോദിക്കും വീട് അത് മാറാറായില്ലേ, കിട്ടിയില്ലേ, അങ്ങനെ എല്ലാവർക്കും അറിയാമായിരുന്നു ഞങ്ങൾ വീടിങ്ങനെ ഓക്കെ ആയിരിക്കുമായിരുന്നെന്ന്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചോദിക്കുന്നു, അമ്മേ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് മാത്രം ഞാൻ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് വേറൊരു അതിനേലും നല്ലൊരു, നേരത്തെ ഒരു സെമി ഡിറ്റാച്ച്ഡ് ഹൗസായിരുന്നു, ഇപ്പോൾ ഒരു ഡിറ്റാച്ച്ഡ് ഹൗസ്, നല്ലൊരു വീട് ഞങ്ങൾക്ക് അമ്മ മാതാവ് കാണിച്ചു തന്നു. അപ്പോൾ കാണാനായിട്ട് ഞങ്ങൾ പോയപ്പോൾ ഞാൻ അവിടെ ഉപ്പൊക്കെ ഇട്ട് കയറി ചെല്ലുന്ന വാതക്കത്തിന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, അമ്മേ ഇത് ഞങ്ങൾക്ക് നല്ലൊരു വീടാണെങ്കിൽ, അമ്മ തരുന്നൊരു വീടാണെങ്കിൽ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ വീടിൻ്റെ പേപ്പർ വർക്കുകൾ വിതിൻ 3 months ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ അതിനിടയ്ക്കൊക്കെ ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷനിൽ എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്കൊരു മനസ്സിനങ്ങനെ ഒരു വിഷമമോ വേദനയൊന്നും വരില്ല. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെയും 2 പിള്ളേരുടെയും ജോലി ആ സമയത്ത് നഷ്ടപ്പെട്ടു. ആ സമയത്താണെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് ഈ വീട് എൻ്റെ മോർഗേജ് ചെയ്യണമെങ്കിൽ എൻ്റെ തന്നെ മോർഗേജ് കൊണ്ട് നടക്കത്തില്ലായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, അമ്മ മാതാവ് അതല്ല എൻ്റെ തന്നെ ഇതുകൊണ്ട് എല്ലാം നടത്തി തന്നു. അങ്ങനെ ആ വീട്ടിലേക്ക് ഞങ്ങൾ മെയ് 19 കയറി. അതിൻ്റെ ആദ്യം തന്നെ ഞാൻ ചെയ്തത് ഒരു പ്രയർ റൂം സെറ്റ് ചെയ്യുക എന്നായിരുന്നു. അവിടെ ഞങ്ങൾ പ്രയർ റൂം സെറ്റ് ചെയ്തു. ഇവിടെ നിന്ന് ഞാൻ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതവിടെ വെച്ചു. അങ്ങനെ ആ വീട് ഞങ്ങൾക്ക് മനോഹരമായിട്ടുള്ളൊരു വീട്, നേരത്തെ കഴിഞ്ഞ് നല്ലൊരു വീട് അമ്മ മാതാവ് വളരെ സമയച്ചുരുക്കത്തോടു കൂടി ഞങ്ങൾക്കത് ചെയ്തു തന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രാർത്ഥന എൻ്റെ രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അമ്മയിലേക്ക് ഒത്തിരിയേറെ അടുത്തു. പണ്ട് മുതലേ ഞങ്ങൾ വിശ്വാസമുള്ളൊരു കുടുംബമായിരുന്നു. ഞാൻ നെടിശാല ഇടവകയായിരുന്നു. അമ്മയോട് തന്നെ ഒത്തിരി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബമാണെങ്കിലും രാവിലെ 5 മണിക്ക് എണീറ്റ് ഞങ്ങൾ കൊന്തയിലും വൈകുന്നേരവും കൊന്തയിലും പ്രാർത്ഥിക്കും. എൻ്റെ പപ്പയും മമ്മിയാണെങ്കിലും ഭയങ്കര പ്രാർത്ഥനയുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 പെൺപിള്ളേരെ, ഞങ്ങൾ 3 പേരും ഭയങ്കര പ്രാർത്ഥനാ ജീവിതത്തിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. കൊന്തയൊക്കെ ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആ പ്രാർത്ഥന തുടർന്നും പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ അമ്മയിലേക്ക് അടുക്കുകയും, അമ്മയെ ഞാൻ ഓരോ നിസ്സാര കാര്യത്തിലും ചെറിയ കാര്യം ചെയ്യുമ്പോൾ പോലും അമ്മയെ കൂട്ടി കൊണ്ടുവരുന്നതാണ് ഞാൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഞാനെപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, യൗസേപ്പ് പിതാവ് ഈശോയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ മരിച്ചു എന്നാണ് ഞാൻ വായിച്ചു കേൾക്കുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് ഈശോ അമ്മ ഒറ്റയ്ക്കാവുമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നിട്ട് പോലും അമ്മ ആ സ്ട്രഗ്ലിങ്സൊക്കെ സഹിക്കട്ടെ എന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ്. അതുപോലെ അമ്മ ഈശോയ്ക്ക് 33 വയസ്സുള്ള ഒരു 13 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഈശോയെ നഷ്ടപ്പെട്ടു. അമ്മ ഒറ്റയ്ക്കാകുകയാണ്. അപ്പോൾ അന്നേരം ഈശോ ചിന്തിക്കുന്നില്ല, സ്വന്തം അമ്മയോടാണല്ലോ മക്കൾക്ക് എപ്പോഴും സ്വന്തം അമ്മയാണല്ലോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. എന്നിട്ട് പോലും ആ അമ്മ ഇതുപോലെയുള്ള സ്ട്രഗിളുകളിലൂടെയും ഇതുപോലുള്ള പ്രതിസന്ധികളിലൂടെയും പൊക്കോട്ടെ എന്ന് ഈശോ വിചാരിച്ചു. അത് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട്. ആ അമ്മയാണെങ്കിൽ പോലും ഒരു പ്രാവശ്യം പോലും അമ്മയ്ക്ക് വേണ്ടി ഒരു കാര്യം പോലും ഈശോയോട് ചോദിച്ചിട്ടില്ല. ഒരിടത്ത് വെച്ചും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അമ്മ നിലനിന്നിട്ടുള്ളൂ. അപ്പോൾ അതുപോലെയാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതവും. ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒന്നും ചോദിക്കാറില്ല. ഇപ്പോൾ ഉടമ്പടി ഇവിടെ എടുത്തു എങ്കിലും എൻ്റെ മുക്കാലും കാര്യങ്ങൾ ഞാൻ എഴുതിയേക്കുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളാണ്. ഞാൻ എൻ്റെ കാര്യം എഴുതിയേക്കുന്നത് എനിക്കിതുപോലെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ തന്നെ മുമ്പോട്ട് കടന്നു പോകണം എന്നുള്ളതാണ്. അങ്ങനെ മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഞാൻ രാവിലെ എണീക്കും, 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീറ്റിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിൽ ഒരു കൊന്ത ചൊല്ലിയിട്ടാണ് എന്നും ഡ്യൂട്ടിക്ക് പോകുന്നത്. മുട്ടയിൽ നിന്ന് തന്നെ കൈ വിരിച്ചു പിടിച്ച് തന്നെ ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ 5:30 പ്രത്യക്ഷപ്പെടാൻ ഞങ്ങളുടെ ടൈമിങ്ങിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അവിടുത്തെ 5:30 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞാനത് കാണും. അതുപോലെ ചൊവ്വാഴ്ച ദിവസത്തെ അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ചൊവ്വാഴ്ച തന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതെല്ലാം കാണും, കേൾക്കും. പിന്നെ ഞാൻ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത് ഹെഡ്സെറ്റ് വെച്ച് ഈ പ്രാർത്ഥനകൾ കേട്ടോണ്ടാണ്. അങ്ങനെ എപ്പോഴും
ഈശോയുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം കേട്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളവിടെ എല്ലാ ഫസ്റ്റ് ഫ്രൈഡേ ഒരു റോസറി വാക്കുണ്ട്, ഒരു 4 കിലോമീറ്ററോളം ഞങ്ങൾ നടക്കും, റോസറി ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞ് അവിടെ അടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ പോയി ആരാധനയും കൂടി കുർബാനയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോരുന്നത്. പിന്നെ ബൈബിൾ വായിക്കുന്നതാണെങ്കിലും ഞാൻ അങ്ങനെ കൃത്യം അരമണിക്കൂർ ഇരുന്നങ്ങനെ എപ്പോഴും എനിക്ക് വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പല സമയങ്ങളിലായിട്ട് എനിക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെ ഇരുന്ന് വായിക്കും. പിന്നെ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊന്നും ഞാൻ വേറെ ഒരു ചിന്തകളും കാണാറില്ല. എനിക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും എനിക്കില്ല, എൻ്റേതായിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെയൊന്നും സമയം കളയാൻ എനിക്ക് താല്പര്യവുമില്ല. അപ്പോൾ ടി വിയും കാണുന്നത് വളരെ കുറച്ച്, വല്ല ന്യൂസോ അങ്ങനെ വല്ല അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് അങ്ങനെ കണ്ടെങ്കിലായി, അത്രേ ഉള്ളൂ, അങ്ങനെ കാണാറുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ വാട്സപ്പിലോ അങ്ങനെ മൊബൈലൊന്നും കണ്ട് ഞാൻ സമയം കളയാം. മൊബൈൽ കാണുവാണെങ്കിൽ തന്നെ ഇങ്ങനെ യൂട്യൂബ് കാര്യങ്ങൾ ഒക്കെ അങ്ങനെയൊക്കെയാണ് കൂടുതലും. യൂട്യൂബിലെ ഇങ്ങനത്തെ ഉള്ള സ്പീച്ചുകൾ കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും കാണാറുള്ളത്. പിന്നെ ചുമ്മാ വണ്ടിയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും അങ്ങനെ ഞാൻ സമയം വെറുതെ ചിലവഴിക്കാറില്ല. അപ്പോഴൊക്കെ ഞാൻ കൊന്തയില്ലുകയാണ് ചെയ്യുന്നത്. കയ്യിൽ പിടിച്ച് കൊന്തയിലും, ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും, പക്ഷേ എണീറ്റിരിക്കുമ്പോൾ വീണ്ടും ഞാൻ കൊന്തയിലും. അങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ എപ്പോഴും നടക്കുന്നത്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഒരു മാറ്റം ഇവിടെ വന്ന ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരാളോട് പോലും ദേഷ്യപ്പെടാറില്ല. എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടിയും വളരെ സൗമ്യതയോടു കൂടി, എത്ര തിരക്ക് വന്നാലും എത്രയേറെ സ്ട്രഗിളിങ്സ് വന്നാലും എത്ര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും അതെനിക്ക് എൻ്റെ ഒരു കഴിവുകൊണ്ട് കിട്ടില്ല, അമ്മ മാതാവിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടും. ഞാൻ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എല്ലാ രോഗികളെയും വളരെ സൗമ്യത, അവിടെയൊക്കെ ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര തിരക്കാണ്. എത്ര തിരക്കാണെങ്കിലും ഞാനിപ്പോൾ ഒരു ക്യാനിലേക്ക് കുത്താൻ വേണ്ടിയിട്ട് രോഗിയുടെ അടുത്തൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ കൂടുതൽ സെർച്ച് ചെയ്യുന്നത് അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു കുരിശിൻ്റെ അടയാളോ ഈശോയുടെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിലേക്ക് കൂടുതൽ അവരെ അടുപ്പിക്കണം, അവരെ കൂടുതൽ വിശ്വാസമുള്ളവരെ കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. കാരണം അവിടെ ഒത്തിരിയേറെ പള്ളികളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ദൈവമേ എന്തോരം വിശ്വാസമുള്ള ആൾക്കാരായിരുന്നു നേരത്തെ ഉള്ളത്, ഇപ്പോൾ അവർക്കൊന്നും ഇത്രയും വിശ്വാസമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പറയും. അപ്പോൾ ഒരു കുരിശിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാൻ പറയും, നിങ്ങളിങ്ങനെ ക്രിസ്ത്യൻ ആണല്ലേ, അപ്പം ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്, ഇങ്ങനെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പത്രമാണ് ഞാൻ ഇവിടെ നിന്ന് എപ്പോഴും മേടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ രോഗികൾക്കൊക്കെ ഞാൻ ഇംഗ്ലീഷ് പത്രം കൊടുക്കും, ആ കൂടത്തിൽ കൊന്ത കൊടുക്കും, ഇവിടുത്തെ ഒരു കാശ് രൂപവും കൊടുക്കും. എന്നിട്ട് ഞാൻ അവർ പ്രാർത്ഥിക്കാനായിട്ട് അവരോട് പറയും. വാർഡിലായിരുന്ന സമയത്ത് ഞാൻ എന്ന് ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ 1 മാസം 2 മാസം 3 മാസമൊക്കെ ഓരോ രോഗികൾ വാർഡിൽ കിടക്കും. അപ്പോൾ ഞാൻ ഈ പേപ്പർ കൊടുക്കും. അതുപോലെ ഞാൻ വാർഡിലൊരു ബൈബിൾ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആ ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് രോഗികൾക്കൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് വായിപ്പിക്കും. ഞങ്ങളുടെ അവിടെ ഞങ്ങൾക്ക് കുർബാനയുണ്ട് തിങ്കളാഴ്ച ദിവസം മാത്രം 5 മണിക്ക്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയിട്ടുള്ളൂ. ഒരു പ്രാവശ്യം ഒരു രോഗിയും കൊണ്ട് ഞാൻ കുർബാനയ്ക്ക് വരെ പോയിട്ടുണ്ട്. പിന്നെ മരിക്കാറൊക്കെ ആയി കിടക്കുന്ന രോഗികളുടെ അടുത്തൊക്കെ ഞാൻ പോയി നിന്ന് പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി കുരിശ് വരയ്ക്കും. അവർ ചിലപ്പോൾ ഒന്നും ആരും അവരുടെ റിലേറ്റീവ്സ് ആരും അവരുടെ അടുത്തുണ്ടായിരിക്കത്തില്ല, അവർ തന്നെ ഇങ്ങനെ കിടക്കുന്ന ഒരു സിറ്റുവേഷനായിരിക്കും. അപ്പോൾ അവിടെ ആ സമയത്തൊക്കെ നമുക്ക് ഒത്തിരി തിരക്കാണ്, തിരക്കിൻ്റെ ഇടയിൽ ഞാൻ കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ ഇങ്ങനെ പോയി പ്രാർത്ഥിക്കുകയും ഇങ്ങനെയെല്ലാം ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരു 5-6 പേരുണ്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തവർ. അവർ 5-6 പേര് കൂടി ഞങ്ങൾ പൈസ കളക്ട് ചെയ്ത് ആവശ്യമുള്ള നീഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കണ്ടുപിടിച്ച് ഓരോ മാസവും ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രാവശ്യം അയച്ചു കൊടുത്ത് നിൽക്കുന്നു. പിന്നെ പള്ളിയിലെ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ എല്ലാവരും മുൻ നിന്ന് ഒരു 4ാമത്തെ ശനിയാഴ്ച ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഇതനുസരിച്ച് ഞങ്ങൾ വന്ന് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത്രയും ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഈശോ അമ്മയോട് ഒന്നിച്ചുള്ളൊരു ജീവിതമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചെറിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡ്യൂട്ടിയിലായിരിക്കും, ക്യാനിൽ കുത്താൻ പോകുമ്പോഴാണേലും ഒരു രോഗിയുടെ അടുത്തോട്ട് പോകുമ്പോഴാണ് ഞാൻ അമ്മേനും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു രോഗിയുടെ അടുത്ത് നിന്ന് അമ്മയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ ഞാൻ പറയും, അമ്മ കൂട്ടിക്കൊണ്ടാണല്ലോ പോലെ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയും. അതുപോലെ എന്ത് പ്രതിസന്ധി വന്നാലും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുക, നമ്മൾ എല്ലാം നല്ലതായിട്ട് ചെയ്യുക, ആർക്കും ഒരു ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാം 100% എനിക്ക് വിജയിക്കാൻ പറ്റിയെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ എനിക്ക് പറ്റാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ആരുടെയും കുറ്റം പറയാനോ കുറ്റം കേൾക്കാനോ ഇതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ വിളികൾ ഞാൻ ഒത്തിരി കുറച്ചു. അപ്പം ഞാൻ അത്യാവശ്യ കാര്യത്തിന് മാത്രമേ ഞാൻ ഫോൺ വിളിക്കത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പറയുന്നത് കേൾക്കാനോ പറയാനോ ഒന്നും ഇടവരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന.
ഞാൻ എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അമ്മേ ഈ ഇറങ്ങിപ്പോകുന്ന പോലെ തന്നെ എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് കയറി വരാൻ പറ്റണം എന്ന് വെച്ചാൽ അത്രയും വിശുദ്ധിയോടുകൂടി തന്നെ തിരിച്ച് കയറി വരാൻ പറ്റണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്. പിന്നെ കുമ്പസാരം ആണെങ്കിലും കുർബാനയാണെങ്കിൽ എനിക്ക് ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ മാത്രം ഞാൻ കുർബാനയ്ക്ക് പോകില്ല, ബാക്കി എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും. ഞാൻ പ്രസ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അവിടെ എല്ലാ ദിവസവും മലയാളം കുർബാനയുണ്ട്. അതെൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ ഇവിടെ എപ്പോഴും പ്രാർത്ഥിക്കും. ഞാനിവിടെ എന്നും കുർബാനയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ പക്ഷേ ഒട്ടും മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നില്ല എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അവിടെ കുർബാന എന്നും കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തമ്പുരാന് അതും അറേഞ്ച് ചെയ്തു തരുന്നു. എല്ലാ ദിവസവും കുർബാനയുണ്ട്, മലയാളം കുർബാനയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടിയില്ലാത്ത എല്ലാ ദിവസവും ഏത് പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും ഇവൻ നടന്നു പോകണമെങ്കിൽ ഞാൻ നടന്നു 20-30 മിനിറ്റോളം നടക്കാനുണ്ട്. അല്ലെങ്കിൽ വണ്ടിക്ക് കിട്ടുവാണെങ്കിൽ വണ്ടിക്ക് പോവും ഞാൻ. പക്ഷേ കുർബാന ഞാൻ മുടക്കാറില്ല. എന്ത് പനി ആണെങ്കിലും തണുപ്പാണെങ്കിലും കാറ്റാണെങ്കിലും മഴയാണെങ്കിലും ഞാൻ കുർബാന മുടക്കാതെ കുർബാന കാണുകയും കുർബാനയ്ക്ക് കൂടുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നതും. ഇവിടെ എനിക്ക് വരാനും സാക്ഷ്യം പറയുവാനും ഒക്കെ സാധിച്ചതിന് ഒത്തിരിയേറെ അമ്മ മാതാവിനും ഈശോ തമ്പുരാനും ഒത്തിരിയേറെ ഞാൻ നന്ദി പറയുന്നു. തുടർന്നും അമ്മയുടെ ഈ തണലിൽ ഈശോയോട് ചേർന്നുകൊണ്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് നടക്കുന്നതിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും വേണ്ടിയും ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്, ഇവിടെ അല്ലെങ്കിൽ പോലും. ഇസ്രായേലിന് ഞാൻ തുഷാര ബിന്ദു പോലെ ആയിരിക്കും, ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും. അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലെബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 15-5-6 വചനങ്ങളാണ്. UK ഒരു ഭവനം ലഭിക്കുക എന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ പേപ്പർ വർക്കൊക്കെ കുറേ ടൈം എടുക്കും. തന്നെയുമല്ല കിട്ടാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ സഹോദരിയുടെ കാര്യത്തിൽ വിതിൻ 3 months ആദ്യത്തെ അറ്റംപ്റ്റ് ചെയ്തു, അത് ക്യാൻസലായിപ്പോയി. പക്ഷേ ഉടമ്പടിയിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിതിൻ 3 months എല്ലാ പേപ്പർ വർക്ക് ക്ലിയർ ആകുവാനും ആഗ്രഹിച്ച പ്രകാരം മാതാവിൻ്റെ മാസമായ മെയ് മാസത്തിൽ ആ മനോഹരമായ ഭവനത്തിലേക്ക് താമസം മാറ്റുവാനും സാധിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതും ഈശോയുടെ മമ്മയുടെ ഒരു കൃപയാലാണ്. ഈശോയും മമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതായിട്ട് നമുക്ക് തോന്നാം. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ മക്കളാണെങ്കിൽ ആ വരണ്ട നിലത്ത് നദിയൊഴുക്കുന്ന ആ നിലത്ത് ഇലവ് പോലെ പുഷ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുക്കി തരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുന്നത്. ജീവിതം വരണ്ടതുപോലെ തോന്നിയാലും ഉടമ്പടിയിൽ നമ്മെ വിശ്വാസത്തിൽ വിരിയിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ദൈവത്തിൽ വരണ്ട ജീവിതം കൊടുങ്കാറ്റിലും തകരാത്ത ഒരു ജീവിതമാണ് നമുക്ക് ഉടമ്പടിയിൽ ലഭിക്കുന്നത്. ഒരുപക്ഷെ നമ്മെ തളർത്താം, പക്ഷെങ്കിൽ ഉടമ്പടിയിലായിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഒന്നും തളർത്തുന്നില്ല. അവരെ ജീവിതത്തിൻ്റെ വരൾച്ചയിൽ ആ ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് ശക്തി നൽകുന്ന ഒരു ദൈവത്തെയാണ്, നമ്മെ താങ്ങി നിർത്തുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ആത്മീയ വളർച്ചയും സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു വലിയ ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി. നമ്മുടെ ഉടമ്പടി ജീവിതവും കൂടുതൽ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അയ്മോൾ ജോസിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.